ഹലോ ഗായ്സ്, ഞാൻ അട ഉണ്ടാക്കാൻ പോകണം കേട്ടോ. വിഷുവിന് നമുക്ക് അട നൂൽപുട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലപ്പരിപ്പ് നന്നായി വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ. അതിന് ശേഷം നമുക്ക് വെല്ലം ഉരുക്കിയത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 2 സ്പൂണ് 2 കയ്യിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഒരു തുണ്ട് ചക്ക ഞാൻ പൊടിയായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അങ്ങോട്ട് വരട്ടി എടുക്കാട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അതിന് മാറ്റി വയ്ക്കുക. ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പൊടിയല്ല ഉപയോഗിക്കുന്നത്, അരി അരച്ചതാണ്. അതിന് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മാവിന് നന്നായിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. മാവിൽ ഞാൻ അതിന് നന്നായിട്ടൊന്ന് വിരകി കൊടുക്കുക. ഒരുപാട് കട്ടിയില്ലാണ്ട് വിരകി കൊടുക്കണേ. അപ്പോൾ വിരകി നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച ശേഷം എന്താ പറയുക, അതിന് കിണ്ണന്ന് കൊണ്ട് വിരകി കൊടുക്കരുത്. ഒന്ന് ലൂസാകണം. ഒന്ന് ആറിക്കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ അതിന് നന്നായിട്ട് ഞാൻ ആ ചീഞ്ചട്ടിയിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ ചൂട്ടോടെ നല്ലോണം ഒന്നും കൂടെ ഡ്രൈ ആകും. അപ്പോൾ ഞാൻ ഇലയൊക്കെ പ്ലാച്ചിൻ്റെ ഇലയാണ് നന്നായിട്ട് തുടച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇല എടുത്തിട്ട് നമുക്ക് ഈ അട പരത്തി കൊടുക്കാം കേട്ടോ. കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പരത്തി പിന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മധുരം നമ്മൾ വരട്ടി വെച്ചില്ലേ, അതിനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ എല്ലാം പിന്നെ പരത്തിയ ശേഷം നമുക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. എല്ലാം പരത്തിയിട്ട് നമ്മൾ പിന്നെ വേകാൻ വെക്കാനുള്ളതാണ്. എല്ലാം പരത്തിയിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം പരത്തി കഴിഞ്ഞ് അതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ വേകാൻ വയ്ക്കുക. അതിന് ശേഷം ഞാൻ നൂലിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. നൂലിപ്പുട്ടിനൊക്കെ പീച്ചിട്ടുണ്ട്, പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കര പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വരട്ടി വെച്ചത് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ശർക്കര പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒന്നും കൂടെ ഒന്ന് ചിറ്റി എടുക്കുക കേട്ടോ മാവ്. എന്നിട്ട് ഈ വെന്ത ശേഷം അടയൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ഇതിനെ വേകാൻ വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പാലക്കാടൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. വിഷുവിന് തലേ ദിവസം ഞങ്ങൾ കണിയൊക്കെ കൂട്ടുന്ന ദിവസമാണ് ഇത് ഉണ്ടാക്കുക. ഇത് എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക, ബന്ധുക്കാർക്കോ വിഷുവൊക്കെ ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതൊക്കെ മാറ്റി വെച്ചിട്ട് നൂലിപ്പുട്ടും വേവിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം ഇതെല്ലാം മാറ്റി റെഡി ആയിട്ടുണ്ട്. അടയൊക്കെ റെഡിയായി. ഇനി നമുക്ക് കണി കൂട്ടാൻ പോകാം. പിന്നെ സന്ധ്യാനേരമായി. സന്ധ്യാനേരത്തെ നമ്മളൊക്കെ ഒരു 10 മണിയാകും കേട്ടോ കണി കൂട്ടാൻ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഹാപ്പി